കോൺഗ്രസ് വരുന്നുണ്ട്. എം.എൽ.എ. വി.എസിനെ എങ്ങനെ ഓർത്തെടുക്കുന്നു? കേരളത്തിലെ ഏറ്റവും ശക്തനായ കരുത്തുറ്റ നേതാക്കളുടെ മുൻനിരക്കാരനായിരുന്നു സഖാവ് വി.എസ്. അദ്ദേഹം CPIM-ൻ്റെ ഏറ്റവും സീനിയർ നേതാവ് എന്ന നിലയിൽ ആദരിക്കപ്പെടുന്നത് പോലെ തന്നെ അഴിമതിരഹിതമായ രാഷ്ട്രീയ നിലപാടും സംശുദ്ധമായ പൊതുജീവിതവും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ മനുഷ്യരോട് ഏറ്റവും കൂടുതൽ കരുതലും കാണിച്ച കരുത്തനായ ഒരു ജനനേതാവായിരുന്നു എന്ന് ആദരവോടുകൂടിയാണ് ഓർക്കാൻ കഴിയുക. ആദരണീയനായ അഭിനന്ദനായ വി.എസിൻ്റെ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി 2 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പൊതുജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യമായി ഞാൻ കരുതുകയാണ്. കേരളത്തിൽ റോഡുകൾ മുഴുവൻ തകർന്ന തരിപ്പണമായി കിടന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുമ്പോൾ പറയുന്നത്, കേരളത്തിലെ റോഡ് മുഴുവൻ ഒന്ന് നന്നാക്കാൻ വേണ്ടി തനിക്ക് എന്താണ് ആലോചിക്കാൻ കഴിയുന്നത്, അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കണം, അതിനുള്ള പ്രപ്പോസൽസ് മന്ത്രിസഭയെ കൊണ്ടുവരണം, ഗവൺമെൻറ്റിൽ കൊണ്ടുവരണം. ആ ഒരു പദ്ധതികൾ അത് ഏറ്റവും തൃപ്തികരമായ നിലയിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശക്തമായ പിന്തുണയും സപ്പോർട്ടും നൽകി അക്കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് മന്ത്രിസഭാംഗങ്ങളോട് മുഖ്യമന്ത്രി സ്റ്റേറ്റിനോടും ഏറ്റവും വലിയ ആത്മാർത്ഥതയോടെ എപ്പോഴും നിലപാടെടുത്തു എന്നതിന് തെളിവായിട്ടാണ് കാണാൻ കഴിയുക. അഭിനന്ദനായ മുൻ മുഖ്യമന്ത്രി സഖാവ് വി.എസിൻ്റെ വേർപാട് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ നഷ്ടമാണ്. വളരെയധികം നന്ദി.